ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த புதிய ஆண்டிலே ஒவ்வொருவரையும் காட் கூசிஸ் மினிஸ்ட்ரி சார்பாக வாழ்த்துவதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் அவருடைய வார்த்தையின்படியே இதுவரைக்கும் நடத்தியிருக்கிறார். கடந்த ஆண்டிலே நாம் கடந்து வந்த எல்லாவித துக்கங்களிலிருந்தும், எல்லா விதமான சூழ்நிலைகளிலிருந்தும், நெருக்கங்களிலிருந்தும், பிரச்சனைகளிலிருந்தும் தேவனாகிய கர்த்தர் உங்களை இந்த வருடத்திலே விடுதலையாக்கி உங்களையும் உங்கள் குடும்பங்களையும் தப்புவிக்க போகிறார். விசுவாசிக்கிற தேவ பிள்ளைகள் நிச்சயமாக காணப்போகிறீர்கள். தேவனாகிய கர்த்தர் ஒருபோதும் மறக்கிறவர் அல்ல, கைவிடுகிறவரும் அல்ல. இதுவரைக்கும் நடத்தின தேவன் இனியும் உங்களையும் உங்கள் குடும்பங்களையும் நடத்துவார். கடந்த ஆண்டிலே நம்முடைய சூழ்நிலைகள் வித்தியாசமாக இருந்திருக்கலாம். அது நிமித்தம் மிகுந்த பாரத்தோடும் நெருக்கப்பட்டும் இருந்திருக்கலாம். இந்த ஆண்டிலே தேவனாகிய கர்த்தர் சகலவற்றையும் நன்மையாக மாற்றுவார். விசுவாசத்தோடு புதிய ஆண்டிலே பிரவேசிப்போம். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ജനുവരി മാസം 16-ാം തീയതി പ്രഭാത നിമിഷത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം കൃപ നൽകി തന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മോട് കൂടെ ഉണ്ട്. പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കൃപ നൽകി നമ്മെ അനുഗ്രഹിച്ചു. കഴിഞ്ഞൊരു വർഷം അനേക ജീവിതങ്ങൾ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒരുപാട് ആൾക്കാർ ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ പുതിയൊരു വർഷത്തിൽ പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെയും പ്രത്യേകാൽ നമ്മുടെ തോമസ് സാറിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്നെയും തൻ്റെ കുടുംബത്തിന്മേലും ഈ പുതിയ വർഷത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുന്നത് 138-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളാണ് ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുന്നത്. അതിപ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിൻ്റെ നേരെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. 138-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളാണ് ഞാനിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഈ വാക്യങ്ങൾ ദാവീദ് തന്നെ പ്രസ്താവിക്കുന്ന ചില പ്രസ്താവനകളാണ്. ജീവിതത്തെക്കുറിച്ച്, തന്നെക്കുറിച്ച്, താൻ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, വഴികളെക്കുറിച്ചൊക്കെ വളരെയധികം ഇടപെടുന്ന അല്ലെങ്കിൽ താൻ സംസാരിക്കുന്ന ചില വാക്കുകളാണ് നമുക്കിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിൻ്റെ നേരെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠമായ ഉറപ്പിൻ്റെ വാക്കുകളാണ് ദാവീദ് രാജാവ് ഈ സങ്കീർത്തനത്തിലൂടെ പ്രസ്താവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു, ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ ഒരു വലിയ സ്ഥാനത്തും മാന്യതയിലും എത്തിപ്പാൻ ഇടയായി തീർന്നത് ദൈവത്തിൻ്റെ കരമാണ്. ഒരു മനുഷ്യനെ എങ്ങനെ ഉയർത്തണം, എങ്ങനെ വളർത്തണം എന്ന് നിർണയിച്ചിട്ടുള്ളത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്.
ജീവിതത്തിൽ അനുഭവങ്ങൾ വളരെ ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളെ പല കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇടവരുത്തുന്നത്. അത് നമ്മുടെ ആരാധനയിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ കൈകൊട്ടി പാട്ടുപാടി അന്യഭാഷ പറയുന്നതിന് അതിനെക്കുറിച്ചല്ല. നമ്മുടെ ഹൃദയത്തിന് ദൈവത്തോടുള്ള ആ വികാരത്തിന്റെ പ്രകടനമാണ് നമ്മുടെ ആരാധനകൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ മുഖത്ത് നോക്കി, കർത്താവേ, നീ ആരാണ്, നീ ഇന്നതാണ്, നീ ഇങ്ങനെയാണ്, നീ നല്ലവനാണ്, വല്ലഭനാണ് എന്ന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി, ഉള്ളത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നതാണ് നമ്മുടെ ആരാധന എന്ന് നമുക്കറിയാം. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് ദാവീദ് രാജാവ് പറയുകയാണ്, താൻ അനുഭവിച്ച ജീവിതത്തിന്റെ വഴികളിൽ തനിക്ക് വേണ്ടി ദൈവം ഇടപെട്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും തന്നെ ദൈവം വഴി നടത്തിയ വിധങ്ങളും ഒക്കെ ഓർത്ത് ദൈവത്തിന് എങ്ങനെ മഹത്വം കൊടുക്കണമെന്ന് ചിന്തിച്ച് താൻ പറയുകയാണ്. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ താനൊരു കീർത്തനമാണ്, ഇതൊരു പാട്ടാണ്, ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായി താൻ എഴുതി കൊടുത്ത ഒരു പാട്ടാണ്. ഇത് മുഴുവനും തൻ്റെ ഹൃദയത്തിൻ്റെ വികാരമാണ്, ദൈവത്തോടുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ വികാരം തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, ഞാൻ തൻ്റെ ആരാധന എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. എവിടെയാണ്? ദേവന്മാരുടെ മുമ്പിലും ഞാൻ നിന്നെ കീർത്തിക്കും എന്ന് പറഞ്ഞാൽ, ദേവന്മാർ, ഈ ലോകത്തിലെ ദേവന്മാർ അല്ലെങ്കിൽ ദേവന്മാരെന്ന് പറയുന്നവർ ശക്തന്മാരായിട്ടുള്ളവർ, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വിജാതിയർ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, ഏതു വ്യക്തിയുടെ മുമ്പിലും എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചു പറയും. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൽപ്പിക്കും, സ്തോത്രം ചെയ്യുമെന്നാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര പ്രാവശ്യം ദൈവം തന്നെ വിടുവിച്ചു. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ശത്രു തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കണികളിൽ നിന്ന് തന്നെ വിടുവിച്ചു. എത്രയെത്ര നന്മകൾ തന്നിലൂടെ ദൈവം ചെയ്തു. ദൈവത്തിന്റെ ജനത്തെ ദൈവം എത്രമാത്രം പരിപാലിപ്പാനായി ദാവീദിനെ ഉപയോഗിച്ചു എന്നീ വിഷയങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിലെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. 3-ാമത്തെ വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യം. 138-ന്റെ 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിന്റെ അനുഭവം എത്ര ഭയങ്കരമാണ് എന്നാണ് പറയുന്നത്. തനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ, ഞാൻ എപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ ആ ദിവസം, ആ നിമിഷം ദൈവം എനിക്ക് ഉത്തരമരുളി. ദൈവം ഉത്തരമരുളിയത് കൊണ്ട് സ്തോത്രം. നമുക്കെന്താണ്? ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു പ്രാഗൽഭ്യം വർദ്ധിച്ചു വരികയാണ്. ദൈവം നമ്മളോട് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ, നാം പ്രാർത്ഥിച്ചിട്ട് ദൈവം മറുപടി നൽകി തരാതെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ വലിയ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാൻ ഇടയായി തീരും. കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തരുന്നില്ല, ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നില്ല, എന്നോട് ദൈവം ഇടപെടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള പരിദേവനങ്ങളും വിഷമങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ പറയേണ്ടതായിട്ട് വരും. നമ്മുടെ പ്രാർത്ഥന തന്നെ മുരടിച്ചു പോകും, ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് ഇല്ലാതെയായി പോകും. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. എന്നാൽ ദാവീദ് രാജാവ് പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ, പ്രാർത്ഥിച്ച സാഹചര്യങ്ങളിലൊക്കെ പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്തെന്താണ്? തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളി എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കൊടുത്തു. അനേക സന്ദർഭങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും ദാവീദിനോടുള്ള ബന്ധത്തിൽ. പക്ഷെ അതൊന്നും ഇവിടെ ചിന്തിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. എന്നാൽ ദാവീദ് രാജാവിന് ഉറപ്പോടെ പറയാൻ കഴിയും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? എൻ്റെ ഉള്ളിൽ ബലം നൽകി നീ എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവം തൻ്റെ ഹൃദയത്തിൽ ബലമാണ് നൽകിയത്. താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മറുപടി നൽകി തരുമ്പോൾ തൻ്റെ ഉള്ളിൽ ബലം വർദ്ധിച്ചു എന്ന് ദാവീദ് രാജാവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഉള്ളിൽ ബലമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ സേവിപ്പാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, നമുക്കൊരു റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധമില്ലാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ സേവിപ്പാൻ കഴിയും, സ്നേഹിപ്പാൻ കഴിയും? സ്തോത്രം. നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായ ദിശയിലായിരിക്കണമെന്ന്
എന്ന് ഈ വചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ദാവീദ് പറയുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, അവൻ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് ആർക്ക് പറയാൻ കഴിയും? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് ഓരോ നിമിഷവും ദൈവകൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഇത് പറയാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കും പറയണമെങ്കിൽ, ഈ വിഷയം നമുക്കും പറയണമെങ്കിൽ, എന്നെ ദൈവം ബലപ്പെടുത്തി, എന്നെ ഉയർത്തി, എന്നെ മാനിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് പറയുന്നു 7-8 വാക്യങ്ങൾ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. പ്രൈസ്. തൻ്റെ പ്രത്യാശയാണ്, തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ ഏത് പാതാളത്തിൻ്റെ കുഴിയിൽ പോയി വീണാലും അവിടെ നിന്ന് എന്നെ കരകയറ്റി ഉയർത്തിക്കൊണ്ടുവരുവാൻ മതിയായ ദൈവം എന്നാണ് പറയുന്നത്. കാരണം ദാവീദിനറിയാം, സ്തോത്രം, ഒരു കാരണവശാലും തന്നെ തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാനായി എറിഞ്ഞു കൊടുക്കുന്ന ദൈവമല്ല ദാവീദിന്റെ ദൈവമെന്ന് ദാവീദ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ പറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിലായിരുന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എത്രയോ തവണകൾ കഷ്ടതയുടെ നടുവിലായി. താൻ അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര ഭയങ്കരമാണ്. താൻ പ്രതീക്ഷിച്ച പലരും തനിക്കെതിരായി നിന്നു. തൻ്റെ മക്കൾ തനിക്കെതിരായ സന്ദർഭങ്ങളുണ്ട്. തന്നോട് കൂടെ ഉണ്ടായ തൻ്റെ പടനായകന്മാരെതിരായ സന്ദർഭങ്ങളുണ്ട്. പുരോഹിതന്മാരെതിരായ സന്ദർഭങ്ങളുണ്ട്. തന്നെ സഹായിക്കേണ്ടിയവർ എതിരായ സന്ദർഭങ്ങളുണ്ട്. തൻ്റെ അമ്മായിയപ്പൻ, ഫാദറിലോ, ഹല്ലേലൂയ, ശൗൽ, തനിക്കെതിരായ സന്ദർഭങ്ങളുണ്ട്. ജീവിതത്തിൽ മുഴുവനും പിടിവിട്ടുപോയ ആ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് താൻ ഉറപ്പായി പറയുകയാണ്, ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ രക്ഷിച്ചുയർത്തി കരകയറ്റി കൊണ്ടുവന്നത് ജീവിതത്തിൽ തൻ്റെ ദൈവമാണ്. താൻ ചെറുപ്പം മുതൽ സേവിച്ചു വരുന്ന, ആരാധിച്ചു വരുന്ന, സ്തോത്രം, ദൈവമാണ് എന്നെ ഉയർത്തിയത് എനിക്ക് പറയാൻ കഴിയുന്നതോട് പറയുകയാണ്. ഞാൻ കഷ്ടതയുടെ നടുവിൽ ഇനി നടന്നാൽ പോലും അവൻ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവൻ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവൻ കൈ നീട്ടും, അവൻ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. തൻ്റെ വിശ്വാസം, എൻ്റെ കരത്തിൽ ദൈവത്തിൻ്റെ വലങ്കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. എനിക്ക് മേലെ കഴിയാത്ത സന്ദർഭങ്ങളിൽ അവൻ എന്നെ ഉയർത്തും. എനിക്ക് പോകാൻ മേലാത്ത സന്ദർഭങ്ങളിൽ അവൻ എനിക്ക് വേണ്ടി പോകും, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് ദാവീദ് രാജാവ് ഇവിടെ ചിന്തിക്കുകയും പറയുകയും ചെയ്തത്. അവസാനമായി കാണുന്നത് എന്താ? യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അത് ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ്. ഈ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ, ഞാൻ ചില ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു വാക്യ ചിന്തയാണിത്. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തും. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല കാര്യത്തിനും അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക്, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നവൻ എൻ്റെ ദൈവമാണ് എന്നാണ് താൻ ഈ വാക്കുകളിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് നമുക്കും കുറച്ച് പറയാൻ കഴിയണം, അവൻ യഹോവ എനിക്ക് വേണ്ടി, യഹോവയാണ് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്നത്. അവനാണ് എന്നെ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏത് കാര്യത്തിൻ്റെയും അവസാന നിമിഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്നെ വിജയശ്രീ ലാളിതനായി പുറത്തു കൊണ്ടുവരുന്നത് എൻ്റെ ദൈവമാണ്. ദാവീദ് രാജാവ് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം പ്രിയമുള്ളവരെ, പല പല മാനസിക സംഘർഷങ്ങളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ മുൻപോട്ട് എങ്ങനെ ജീവിക്കും, പോകും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി എന്തായി തീരും, നമ്മളുടെ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് പോകും, ഞാൻ എങ്ങനെ അടുത്ത നിമിഷം മുമ്പോട്ട് പോകും, ആരെന്നെ സഹായിക്കും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്നവരെ, അനേക കാര്യങ്ങളിൽ കരം വെച്ചിട്ട് പരാജയമെന്ന് ചിന്തിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്നവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ 4 ഭാഗത്തു നിന്നും വരുമ്പോൾ നമ്മൾ മനസ്സ് പതറിപ്പോകുന്ന സന്ദർഭങ്ങളിലും ഇന്ന് ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരട്ടെ. ദാവീദ് രാജാവ് ഉറപ്പോടെ പറയണം, അവൻ എന്നെ സമാപ്തി വരുത്തും, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ ജീവിതത്തിൽ അവൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ താണ്ടി മറികടക്കുന്നതിന് ആവശ്യമായ ബലം എൻ്റെ ജീവിതത്തിൽ നൽകും. അവൻ എന്നെ ഉയർത്തും, അവൻ എന്നെ മാനിക്കുമെന്ന് ദാവീദ് രാജാവ് ശക്തമായി
ശക്തമായി ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഇന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് നേരെയുള്ള വെല്ലുവിളികൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ഞാൻ പോകുമെന്ന് ഉറപ്പോടെ ഇന്ന് നമ്മൾ കേൾവിക്കാരായ നമ്മൾ ഓരോരുത്തരും ഇന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ജീവിതത്തിന് എന്തായി തീരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം, അവൻ എൻ്റെ വിഷയത്തിന് സമാപ്തി വരുത്തുവാൻ ഇടയായി തീരും. എൻ്റെ കുഞ്ഞിന് ഞാൻ എങ്ങനെ ഫീസ് കൊടുക്കും, ഈ മാസത്തെ വാടക ഞാൻ എങ്ങനെ കൊടുക്കും, ഈ മാസം ഞാൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും, അടുത്ത നിമിഷം എന്തായി തീരും എന്നൊക്കെ ആകുലപ്പെട്ട് വേദനപ്പെട്ട് ജീവിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന് മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയണം, എൻ്റെ യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, അവൻ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം അവൻ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് പറയാൻ കഴിയണം, ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്ന, ഇതുവരെയും ആശ്രയിച്ചു പോരുന്ന സ്തോത്രം, എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പല പല പ്രശ്നങ്ങളിൽ എൻഗേജഡ് ആയിട്ടിരിക്കുന്നവരാണ്. നമുക്ക് അതിൻ്റെ അവസാനം എന്തായി തീരുമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നവരാണ്. പല പ്രശ്നങ്ങളിൽ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഒരിക്കൽ ദാവീദ് രാജാവ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് തനിക്കറിയാമെങ്കിലും വളരെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി. ഒരു ഭ്രാന്തനെ പോലെ വേഷം കെട്ടി നടക്കേണ്ടതായി കടന്നു വന്നു. അന്യ രാജ്യത്ത് അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ താൻ ഒരിക്കൽ പറയാനിടയിൽ, ഇനി ശൗലിന്റെ കൈ കൊണ്ട് ഞാൻ അവസാനിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ തനിക്കുണ്ട്. തനിക്ക് വേണമെങ്കിൽ ശൗലിനെ കൊന്നുകളയാമായിരുന്ന അവസാനങ്ങളുണ്ട്. എന്നാൽ തൻ്റെ ഹൃദയത്തിലെ തീരുമാനം എന്താണ്? എൻ്റെ കരം കൊണ്ട് ഞാൻ ശൗലിനെ ദൈവത്തിന്റെ അഭിഷക്തന്റെ നേരെ കൈ നീട്ടി നശിപ്പിക്കുകയില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്താണ്, ആ പ്രശ്നത്തിന് സമാപ്തി വരുത്തുവാൻ ഒരു പുറജാതിക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ എന്താണ്, സ്തോത്രം, കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. ശൗല് കുന്തത്തിൽ വീണ് ചാകുന്നത് കാണാനിടയായി. എന്നാൽ ദാവീദ് രാജാവിനോട് വന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ അവനെ കൊന്നു എന്ന് പറയല്ല, ആ വാക്കുകൾ കൊണ്ട് തന്നെ, അവന്റെ വായിലെ വാക്കുകൾ അനുസരിച്ച് ദാവീദ് അവനെ വധിപ്പാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ദാവീദ് ഒരിക്കലും അഭിഷേകമുണ്ടെങ്കിലും ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിച്ചിട്ടുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, ശൗല് ജീവിച്ചിരിക്കുന്ന കാലത്ത് തനിക്ക് ആ സാധനം പ്രാപിച്ചെടുക്കുവാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവം അത് തന്നെ അവസാന നിമിഷത്തിൽ തന്നെ വിടുവിപ്പാനിടയായി. തന്നെ ദൈവം പറഞ്ഞ വാക്കുകളിൽ എത്തിപ്പാനിടയായി. തൻ്റെ ജീവിതത്തിൽ ദൈവം ദാവീദിന് തൻ്റെ വിഷയത്തിന്മേൽ സമാപ്തി വരുത്തുവാനിടയായി. ഇന്ന് നമ്മുടെ വിഷയത്തിന്മേൽ ദൈവം സമാപ്തി വരുത്തുവാനിടയായി തീരട്ടെ. നമുക്ക് തൃക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പറയണം, ഹല്ലേലൂയ, യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ മനസ്സിന് ബലം നൽകി, അവനെ ധൈര്യപ്പെടുത്തി. പ്രൈസ്. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, പതറിപ്പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, വേദനപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, സകലം നഷ്ടമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമുക്ക് ലക്ഷ്യമില്ലാതെ നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് വിശ്വസിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവ എനിക്ക് സമാപ്തി വരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ വിഷയത്തിന് പരിഹാരമായി എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിപ്പാനിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കിതുപോലൊരു അവസരം ഒരുക്കി തന്ന് ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കേൾവിക്കാരായി നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനുവരി മാസം 16-ാം തീയതി പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാഥാ, ഈ ഒരു പുതിയ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി തീരണം. ഞങ്ങൾക്ക് ഇന്ന് കരം വെച്ച് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണം. കരത്തിൻ്റെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. ഞങ്ങൾ കർത്താവെ വിശ്വസിപ്പാനിടയായതിന് എനിക്ക് വേണ്ടി യഹോവ സമാപ്തി വരുത്തും. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തണം. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ കൃപ നൽകണം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളെല്ലാവരെയും താഴ്ത്തുന്നു. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴി
നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്ക് നാഥനതേ തന്നരികളിൽ, നാഥനതേ തന്നരികളിൽ വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. മൂടിയ നെറുകയെ തന്നെ മുടിക്കുമാതിനാഥനോട് ചെയ്തതാ മനുഷ്യനീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്ക് നിനക്ക് ഭയന്നു തിരുമുഴി. കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിന്നു ജയമീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ,